നമസ്കാരം. ഒന്നിട്ട 4, 1 ലക്ഷം ഇട്ട 4 ലക്ഷം, 1 കോടി ഇട്ട 4 കോടി. അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 4 ഇരട്ടിയായി നൽകിയ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. ഞാൻ ചെയ്യുന്നത് IT സംബന്ധമായ സേവനങ്ങളാണ്. വെബ്സൈറ്റ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്, ഓട്ടോമേഷൻ CRM ടൂൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമുണ്ടെങ്കിൽ info@vinishrohini.com മെയിൽ അയച്ചാൽ മതി. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. വലിയ രീതിയിലുള്ള റിട്ടേൺസ് ആണ് പല മ്യൂച്വൽ ഫണ്ടുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഒരു 10-25 വർഷത്തേക്കായിട്ട് നോക്കുന്ന സമയത്ത് 15 മുതൽ 20% ഇടയിലാണ് ഏകദേശം ഒരു ആവറേജ് റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്കൊന്നും മ്യൂച്വൽ ഫണ്ട് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 1 4 മാറ്റിയിട്ടുള്ള ആ മ്യൂച്വൽ ഫണ്ടുകൾ. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ട് നിക്ഷേപം നടത്താൻ പറ്റും. വേറെ ഏജന്റോ ബ്രോക്കേഴ്സോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ ചാർജസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കമ്മോഡിറ്റി, കറൻസി, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ട്രേഡിങ്ങുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേയ്മെന്റ് വിഡ്രോ ചെയ്ത് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടും. കേരളത്തിൽ ഓഫീസ് ഉണ്ട്, മലയാളത്തിൽ സപ്പോർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അടിപൊളിയായിട്ടുള്ള ബ്രോക്കറാണ്. ഒറ്റ ഡിമാറ്റ് അക്കൗണ്ട് കൊണ്ട് എല്ലാ ടൈപ്പ് പരിപാടികളും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുറേ അക്കൗണ്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. സോ അവരുടെ ഒരു ഫോമാണ് ഈ കാണുന്നത്. പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, സ്റ്റേറ്റ്, ഓപ്പൺ ആൻ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ KYC പേജിൽ പോകും. അവിടെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം നിങ്ങൾക്ക് മെയിൽ വരും. മെയിലിനകത്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് ഉണ്ട്. ആപ്പിനകത്ത് ഉടനെ ഗൂഗിൾ പേ വെച്ച് ഫണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഹൈ റിട്ടേൺ കിട്ടിയ ഫണ്ടുകളൊക്കെ കാണാനും പറ്റും. സോ ഫണ്ടുകൾ ഓരോന്ന് മനസ്സിലാക്കാം നമുക്ക്. ഒന്നാമത്തെ ഫണ്ട് ക്വാണ്ടിന്റെ സ്മോൾ ക്യാപ് ഫണ്ട് ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിന്റെ ഇപ്പോഴത്തെ NAV 267 രൂപ 35 പൈസ. 1000 SIP ആയിട്ടോ 5000 ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 1 ഇയറിനുള്ളിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% ചാർജ് കട്ടാവും. 1 ഇയറിൽ 66% റിട്ടേൺ കൊടുത്ത് ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ കൊടുത്തത് 13.6% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫണ്ടിലേക്ക് പോവാം. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 168.68 ഇപ്പോഴത്തെ NAV. 100 രൂപയുടെ SIP ആയിട്ടോ 5000 ലംസമായിട്ടോ ചെയ്യാം. 1 കൊല്ലം കൊണ്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ 1% നിങ്ങളുടെ ചാർജ് കട്ടാവും. ഈ ഒരു ഫണ്ട് 1 ഇയറിൽ 55% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ 22.77% എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് നമ്പർ 3 ക്വാണ്ടിന്റെ ELSS ടാക്സ് സേവർ ഫണ്ട് 398 രൂപയാണ് NAV. 500 SIP ആയിട്ടോ 500 ലംസമായിട്ടോ ചെയ്യാം. എക്സിറ്റ് ലോഡ് കാര്യങ്ങളില്ല. അപ്പോൾ അത്തരത്തിലൊരു ബെനിഫിറ്റ് ആയ ഫണ്ടാണ് ഇത്. 1 ഇയറിൽ 59% റിട്ടേൺ കൊടുത്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ 16.42% കൊടുക്കുന്നു. 2000-ലാണ് ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എത്ര 24 വർഷങ്ങൾക്ക് അപ്പുറം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും 16.42 കൊടുക്കുന്നു വെച്ചാൽ അമേസിംഗ്. ഒരുപാട് ഫണ്ടുകളുണ്ട് ഇത്തരത്തിൽ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നല്ല രീതിയിലുള്ള റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചില ഫണ്ടുകളൊക്കെ വളരെ അട്രാക്റ്റീവ് ആണ്. പക്ഷേ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതി മാറ്റി നമ്മളൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പല രീതിയിലുള്ള ഫണ്ടുകളൊക്കെ ഉള്ള പല രീതിയിലുള്ള സെഗ്മെന്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തണം. മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെച്ചോളും. അതുപോലെ കോമൺ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. അത്തരത്തെ കമ്പനികളൊക്കെ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 100 രൂപ മുതൽ മുകളിലേക്ക് എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്കാം, തട്ടിപ്പ്, മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ അടുത്ത തട്ടിപ്പ് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്കും മാറിയേക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏകദേശം ഇന്ത്യൻ എക്കണോമിയിൽ 20,000 കോടിയുടെ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ കഴിഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം വൈകാതെ 30,000 കോടി, 40,000 കോടി, 50,000 കോടി, അങ്ങനെ 1 ലക്ഷം കോടിയൊക്കെ എത്തുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എക്കണോമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി മാറുക. ഭാഗമാകുന്നതിനപ്പുറം ഞാൻ ചിന്തിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരുടെ ലൈഫിൽ അവനാവശ്യമുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക. നല്ല ഡ്രസ്സ്, നല്ല പാർപ്പിടം, നല്ല വാഹനം, നല്ല വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ഈ ബേസിക്സ് ഉണ്ടാക്കാനാണ് ഈ പറഞ്ഞ കോടികൾ വേണ്ടി വരും. ബേസിക്സ് കാര്യങ്ങൾ പോലും കിട്ടാത്തൊരവസ്ഥ. ചെറിയൊരു പാർപ്പിടം അല്ലെങ്കിൽ ചെറിയൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ട് എവിടെയും ഡെവലപ്പ് ആവില്ല. ലാംഗ്വേജ് ഒക്കെ നല്ലൊരു ഫ്ലുവൻ്റ് ആയ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചു, ലാംഗ്വേജ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്, ഒരു 3-4 ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞാൽ പോലും അവൻ എന്ത് ചെയ്യും, ഇഷ്ടം പോലെ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവന് വർക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ലോക്കലി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ നമുക്കൊരു അറിവൊക്കെ കിട്ടും. പക്ഷേ ഇന്നത്തെ ഈ കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് നമ്മൾ എങ്ങനെ പിടിച്ചു വെക്കും, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുറത്തേതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. അപ്പോൾ നമ്മുടെ പാരൻസ് ഇത് നേരത്തെ
ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരേറെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീടോ സ്ഥലമൊന്നും ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല, കാരണം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമാണ് പ്രയോറിറ്റി. അപ്പോൾ ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ഫണ്ട് മാക്സിമം സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഗവൺമെൻറ് സ്കൂളുണ്ട്, എന്നിട്ടും നല്ല ഹൈ എൻഡ് ഇന്റർനാഷണൽ സ്കൂളിലാണ് മക്കളെ പഠിപ്പിക്കുന്നത്. ആൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഫണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫണ്ട് കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് മൊത്തം മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് എൻ്റെ ആഗ്രഹം, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ വീട് ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ വാടക വീട് താമസിച്ചാലും വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഒരാൾ അങ്ങനെ പറയും. അപ്പോൾ പല രീതിയിലുള്ള ചിന്താഗതികളുടെ മനുഷ്യരാണുള്ളത്. ചിലർ മൊത്തം എൻജോയ് ചെയ്യുന്നു, ചിലർ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. എൻ്റെ ഒരു കണക്കിൽ തന്നെ മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിള്ളേരുണ്ട്, അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടുക. ബാക്കി അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടുക. അറിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അല്ല നമ്മൾ കുറേ കടബാധ്യതയും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കാര്യങ്ങളൊന്നുമില്ല. മനസ്സുമായിട്ട് വാടക വീട്ടിലാണ്, വാടക വീട് ജീവിക്കുന്നതാണ് ഒരു സുഖം. അത് വേറെ തന്നെ ഒരു സുഖമാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ല, എല്ലാവരും 100 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ലൈഫൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേ വീഡിയോകൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ info@vinishrooney.com മെയിലേക്കാം. താങ്ക് യു സോ മച്ച്.